ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസിലെ 5th ചാപ്റ്ററാണ് കേട്ടോ. സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ്. എന്താണ് സ്കൈ നിയർ അറ്റ് ഹാൻഡ്? ഹാൻഡ് അല്ലേ, കൈ എത്തും ദൂരത്ത് ആകാശം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഈ ഇവിടെ എന്താണ് ഇവിടെ ഗ്രാൻഡ് പാ പറയുന്നത് നോക്കിയേ, ദി സ്കൈ ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ്. എന്താണ്, ആകാശം നിറയെ എന്താണ് സ്റ്റോറീസ് ആണ് ഈ ഗ്രാൻഡ് പാ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. എന്തിനാണ് ഈ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? വൈ ഡിഡ് ഗ്രാൻഡ് പാ സേ സോ? എന്തുകൊണ്ടാവും ഗ്രാൻഡ് പാ അങ്ങനെ പറഞ്ഞത്? ഇസ് ഇറ്റ് കറക്റ്റ് ടു സേ സോ? ഇത് ശരിയാണോ? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം കേട്ടോ. ഡിസ്കസ്, ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയോണ്ട് സ്റ്റോറീസ്, എന്താണ് കഥകൾക്കപ്പുറം നമുക്ക് നോക്കാം അല്ലെ. സിൻസ് ഏൻഷ്യന്റ് ടൈംസ് ദ സ്കൈ ഹാസ് ബീൻ എ വണ്ടർ ഫോർ ഹ്യൂമൻസ്. എന്താണ് ഏൻഷ്യന്റ് കാലത്ത് അല്ലെ, പ്രാചീന കാലം മുതൽ തന്നെ എന്താണ് ആകാശം മനുഷ്യർക്ക് എന്താണ് ഒരു വണ്ടർ ആയിരുന്നു അല്ലെ, അത്ഭുതമായിരുന്നു അല്ലെ. നമ്മളിപ്പോ ആകാശത്തേക്ക് നോക്കുന്ന ഒരുപാട് സ്റ്റാർസും പിന്നെന്താണ് മൂണ് ഒക്കെ കാണുമ്പോൾ രാത്രി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്കൊരു അത്ഭുതം തന്നെ തോന്നുന്നല്ലേ. നിങ്ങളൊന്ന് ആകാശത്ത് നോക്കി നോക്കട്ടോ, നല്ല നക്ഷത്രങ്ങളൊക്കെ ഉള്ള നിലാവുള്ളൊരു രാത്രി ആകാശത്തേക്കൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഒരു അത്ഭുതം തോന്നും അതിലേക്ക് കുറേ നോക്കുമ്പോൾ. People often made up and propagated numerous stories about the celestial bodies. എന്താണ് അപ്പൊ ഈ ആകാശ കാഴ്ചകളെ പറ്റി ആളുകൾ എന്താണ് ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആൾക്കാർ ഇങ്ങനെ കുറേ കഥകളും ഒക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുമായിരുന്നു. It is human nature to cook up stories about the things they don't know and can't explain. എന്താണ് it is a human nature അല്ലേ. അപ്പോൾ മനുഷ്യരുടെ സ്വഭാവമാണ് എന്ത്, ടു കുക്ക് അപ്പ് സ്റ്റോറീസ് അബൌട്ട് ദ തിങ്സ് ദേ ഡോണ്ട് നോ ആൻഡ് കാണ്ട് എക്സ്പ്ലെയിൻ. തങ്ങൾക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെ പറ്റി കഥകൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്താണ് ഒരു ഹ്യൂമൻ നേച്ചർ, മനുഷ്യ സ്വഭാവമാണ് അല്ലേ. ഇവിടെ നോക്കിയേ കണ്ടോ സ്റ്റാർസിന്റെ ഇത് നോക്കാം. ഇഫ് ഈച്ച് സ്റ്റാർ ഓഫ് എ സ്റ്റാർ ക്ലസ്റ്റർ ഈസ് കണക്റ്റഡ് ടു വൺ അനദർ, ഫിഗർ ഓഫ് എ ഗേൾ ക്യാൻ ബി സീൻ. The story popular among the Greeks was that she was a princess and she was chained. The princess' name was Andromeda. The name Andromeda is still used to identify this cluster of stars. എന്താ അവിടെ പറയുന്നത്? ആകാശത്ത് കാണുന്ന ഈ നക്ഷത്ര കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. നോക്കിയേ ഇങ്ങനെ സങ്കല്പിച്ചാൽ എന്താണ് നക്ഷത്രത്തിനെയൊക്കെ ബന്ധിപ്പിച്ചാൽ എന്താണ് ഒരു പെൺകുട്ടിയുടെ ഒരു രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ എന്താണ് പ്രചാരത്തിലുണ്ടായിരുന്നു അല്ലെ. ഗ്രീക്കിന്റെ ഇടയിൽ എന്താണ് ഇതൊരു പെൺകുട്ടി രാജകുമാരിയാണ്, ഈ പെൺകുട്ടി അവരെ ചങ്ങലയിൽ എന്താണ് ബന്ധിച്ചിരിക്കുക എന്നൊക്കെയുള്ള ഒരു കഥ എന്താണ് ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് എന്ത് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. ഈ നക്ഷത്രക്കൂട്ടത്തിന്റെ പേരെന്താണ്? ആൻഡ്രോമിഡ അല്ലെ. ആൻഡ്രോമിഡ എന്ന് പറയൂലേ. അപ്പൊ ആ രാജകുമാരിയുടെ പേരാണത് ആൻഡ്രോമിഡ. ഈ പേരിലാണ് ഇപ്പൊ ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത് അല്ലെ. ദ സ്റ്റോറി ഓഫ് ആൻഡ്രോമിഡ. അപ്പൊ എന്താണ് ആൻഡ്രോമിഡയുടെ കഥ എന്താ നമുക്ക് നോക്കാം. ആൻഡ്രോമിഡ വാസ് എ ഡോട്ടർ ഓഫ് എ സെഫ്യൂസ്. എന്താണ് സെഫ്യൂസ് അല്ലെ. എന്താ എത്തോപ്യ, ദ കിങ് ഓഫ് എത്തോപ്യ ആൻഡ് ഹിസ് ക്യൂൻ കസ്യോപ്പിയ. എന്താണ് എത്തോപ്യയിലെ സെഫ്യൂസ് രാജാവിന്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആര്? ആൻഡ്രോമിഡ. Cassiopeia was so proud that her daughter Andromeda was even more beautiful than the goddess. എന്താണ് അത് സുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് എന്താണ് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. This angered Poseidon, the god of the sea. അപ്പൊ എന്താണ് ഈ അഹങ്കാരം, ഈ കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ എന്ത് പോസിഡോൺ ദേവൻ എന്താക്കി എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. അപ്പൊ എന്താണ് ദിസ് ആങ്കേർഡ് പോയിസൺ ദ ഗോഡ് ഓഫ് ദ സീ. ഹി സെന്റ് സീറ്റസ് എ മോൺസ്റ്റർ ടു അറ്റാക്ക് എത്യോപ്യ ആൻഡ് ദസ് ടു പുട്ട് ആൻ എൻഡ് ടു Cassiopeia's arrogance. The king Cepheus was ready to sacrifice his daughter Andromeda to save the kingdom. She was chained to a rock by the sea. Perseus, a heroic figure, then arrived and killed the monster.
ഹി റെസ്ക്യൂഡ് ആൻഡ്രോമിഡ ആൻഡ് മാരീഡ് ഹെർ. എന്താ അവിടെ പറയുന്നത് നോക്കിയേ. അപ്പൊ ഈ കസ്യോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ മോളാണ് അല്ലെ, എത്യോപ്യയിലെ രാജാവായ സെഫ്യൂസിന്റെയും പിന്നെ രാജ്ഞിയായ കസ്യോപ്പിയന്റെയും മകളാണെന്ത് ആൻഡ്രോമിഡ. അപ്പൊ ഈ ആൻഡ്രോമിഡ എന്താണ്, ഭയങ്കര സുന്ദരിയായതിൽ കസ്യോപ്പിയ ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു അല്ലെ. ഈ അഹങ്കാരം തീർക്കാൻ എന്താണ് പൊസൈഡോൺ ദേവൻ എന്താക്കി, എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ച്. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ട് പിന്നീട് പെർസ്യൂസ് വന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് എന്ത് കഥ അല്ലേ. അപ്പൊ കണ്ടോ ഇവിടെ കസ്യോപ്പിയ, ആൻഡ്രോമിഡ, സെഫ്യൂസ്, കസ്യോപ്പിയ, ആൻഡ്രോമിഡ, പിന്നെന്താണ് പറയുന്നത്, പെർസ്യൂസ്, സീറ്റസ് അല്ലേ. ഇതാണ് അല്ലേ. അപ്പൊ ഇതാണ് ഈ സ്റ്റോറി അല്ലേ. സ്റ്റോറീസ് സിമിലർ ടു ആൻഡ്രോമിഡാസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യൻ, ചൈനീസ് ആൻഡ് അറബ് കൾച്ചർ. എന്താണ്, ഈ ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീക്കിൽ മാത്രമല്ല അല്ലെ. അവിടെയൊക്കെ ഉള്ള ഇന്ത്യയിലുണ്ട്, ചൈനീസിലുണ്ട്, അറബ് കൾച്ചറിലൊക്കെ ആ സ്റ്റോറീസ് ഉണ്ട് അല്ലെ. But there were people who searched for the reality beyond these stories. They are the astronomers. Galileo, Copernicus and Newton are just some of them. In India too, there were astronomers like ആര്യഭട്ട ആൻഡ് ഭാസ്കരാചാര്യ. എന്താണ് ഇവിടെ പറയുന്നത്, എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു അല്ലെ. ഇത് കഥകളാണല്ലോ അല്ലെ. അപ്പൊ കഥകൾക്കപ്പുറം എന്താണ്, ശരിക്കും എന്താണ് ഉള്ളത്, നടന്നത് എന്താന്നുള്ളതും എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലെ. അവരാണെന്ത് ആസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ, ജ്യോതിശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണും ഒക്കെ ഇവരിൽ ചിലരാണ് അല്ലെ. യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആൾക്കാരാണെന്ത് ഗലീലിയും കോപ്പർനിക്കസും ന്യൂട്ടണും ഒക്കെ അല്ലെ. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ആസ്ട്രോണമേഴ്സ് ഉണ്ടായിരുന്നു. ആകാശ കാഴ്ചകൾ നിങ്ങൾക്കും വിസ്മയമായി തോന്നിയിട്ടില്ലേ? Didn't the sky view amaze you too? നിങ്ങൾക്ക് ആകാശ കാഴ്ച വിസ്മയം തോന്നിയില്ലേ? Then സ്കൈ വാച്ചിങ്. എന്താണ് സ്കൈ വാച്ചിങ് നോക്കാം നമുക്ക് അല്ലെ. ആകാശ നിരീക്ഷണം. Can you imagine any shape in the dots given in the picture? ചിത്രത്തിലുള്ള കുത്തുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കുത്തുകൾ. എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? കണക്ട് ദ ഡോട്ട്സ് ആൻഡ് ഡ്രോ ദ ഷേപ്പ് യു സീ. നിങ്ങൾ എന്താക്കുക, കുത്തുകൾ യോജിപ്പിച്ച് ആ രൂപം ഒന്ന് വരച്ചു നോക്കിയേ. എല്ലാവർക്കും ഒരേ രൂപമാണോ കിട്ടിയത്? Did everyone get the same shape? Like this, we can imagine different shapes connecting the nearby stars which are seen in the sky. Many stories about the stars evolved in this manner. The ancient people imagined certain shapes connecting the neighboring stars. They gave the names of mythological characters existed in the respective region to the identified stars. They observed and understood the relationship between the position of stars and the climate. എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ഇതുപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാമല്ലോ അല്ലെ. അങ്ങനെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകളുണ്ടായത്. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവരുണ്ടല്ലോ, അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി. അപ്പൊ എന്താണ് പറയുന്നത്, ഈ നക്ഷത്രത്തിന് എന്താക്കി, ഇങ്ങനെ ഡോട്ട് കുറെ അടുത്തടുത്താണല്ലോ. അപ്പൊ പലരും എന്താക്കി, ഈ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിട്ട് അതിനടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചില്ലേ, അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകുകയും ചെയ്ത് നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്താണ് ഈ ദേ ഒബ്സർവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് ക്ലൈമറ്റ് അല്ലെ. അവരെന്താണ് ഈ നക്ഷത്രങ്ങൾ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലവും അതുപോലെ വരൾച്ചയും മഴയൊക്കെ എന്താക്കുക അവരെ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്നു അല്ലെ. ആ കർഷകർ അല്ലെ, ദ ഫാർമേഴ്സ് ഐഡന്റിഫൈഡ് the relation of drought, വരൾച്ച, rain and
റെക്കറിങ് ഓഫ് ഓവർഫ്ലോ ഓഫ് റിവേഴ്സ് വിത്ത് പൊസിഷൻ ഓഫ് സ്റ്റാർസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി അല്ലേ. ഇങ്ങനെ മനസ്സിലാക്കിയിരുന്ന കർഷകർ എന്താക്കി ഈ വിവരങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. They used this information of farming. Moreover, the position of stars helped the travelers to identify directions. എന്താണ് ഇവിടെ പറയുന്നത്? കൂടാതെ ഈ ട്രാവലേഴ്സിന്റെ സഞ്ചാരികൾ അവർക്ക് ദിക്ക് മനസ്സിലാക്കാൻ, ഡയറക്ഷൻ മനസ്സിലാക്കാൻ നക്ഷത്രങ്ങളുടെ സ്ഥാനം എന്താക്കി സഹായിച്ചു. വാട്ട് ഈസ് സ്കൈ? എന്താണ് സ്കൈ എന്ന് പറഞ്ഞാൽ? എന്താണ് ആകാശം? Where does the sky begin? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? What all do we see in the sky when we look at it from the earth? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആകാശത്ത് കാണുന്നത്? എന്തെല്ലാമാണ് നമുക്ക് ആകാശത്ത് കാണാൻ കഴിയുന്നത്? നോക്കൂ, we are traveling through sky but within the atmosphere of the earth. എന്താ ഈ എയറോപ്ലെയിനും ഈ ബേർഡൊക്കെ പറയുന്നത്? ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ ഭൂമിയുടെ എന്താണ് അന്തരീക്ഷത്തിന് അകത്താണ് അല്ലെ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നാണ് അല്ലെ. അപ്പൊ എയറോപ്ലെയിനും അതുപോലെ ബേർഡും ഒക്കെ എന്താണ് ഭൂമിയുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഇൻ ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. All the trees exist, the birds and the aircraft fly and the clouds float. അല്ലേ? എന്താണ് പറയുന്നത്? മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം എന്താണ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലാണ് അല്ലെ, അന്തരീക്ഷത്തിലാണ് അല്ലെ. The moon, the sun and the stars are in the space. പക്ഷെ എന്താണ് മൂണും സണ്ണും സ്റ്റാർസും ഒക്കെ എന്താണ് സ്പേസിലാണ് അല്ലെ, ബഹിരാകാശത്താണ് ഇതൊക്കെ ഉള്ളത്. മൂണും സണ്ണും സ്റ്റാർസും ഒക്കെ അല്ലെ. മറ്റേ ഈ എയറോപ്ലെയിനും അതുപോലെ ബേർഡ്സ് ട്രീസ് അതൊക്കെ എവിടെയാണ്? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലാണ് അല്ലെ. പക്ഷെ മൂണ് സണ്ണ് സ്റ്റാർ ഒക്കെ എവിടെയാണ്? ബഹിരാകാശത്ത് സ്പേസിലാണ് ഉള്ളത് അല്ലെ. The space is the hard vacuum without air outside the earth's atmosphere. അല്ലെ, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണെന്ത്? സ്പേസ്. എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. The space is the hard vacuum without air outside the earth's atmosphere. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള എയർ ഇല്ലാത്ത ഒരു സ്ഥലമാണ് എന്ത്? ഈ സ്പേസ് എന്ന് പറയുന്നത് അല്ലെ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണെന്ത്? സ്പേസ്. When viewed from the earth, we feel that all the celestial bodies are on the same plane. Is it really like that? Discuss. എന്താണ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും അല്ലെ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് എല്ലാ സെലഷ്യൽ ബോഡീസും സെയിം പ്ലെയിനിലാണെന്നാണ് നമുക്ക് തോന്നുക അല്ലെ. പക്ഷെ ഈസ് ഇറ്റ് റിയലി ലൈക്ക് ദാറ്റ്? യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഡിസ്കസ്, ചർച്ച ചെയ്യാം. നോക്കിയേ, Alpha Centauri, large enough to accommodate 16 lakh Earths, 40 lakh crore kilometer from the Earth, far from the Earth. അല്ലേ? എന്താ ഇവിടെ പറയുന്നത്? ഇതാണ് എന്ത്? ആൽഫ സെഞ്ചുറി അല്ലേ. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പാണ് ഇതിലുള്ള. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഈ ആൽഫ സെഞ്ചുറി ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, ഭൂമിന്റെ വലിപ്പം നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ, ഏകദേശമൊക്കെ അറിയാം. അപ്പൊ അതിന്റെ 16 ഭൂമി ഉൾക്കൊള്ളും ഈ ആൽഫ സെഞ്ചുറിയിൽ അല്ലേ. അതുപോലെ 40 ലാഖ് ക്രോർ കിലോമീറ്റർ ദൂരെയാണ് എന്ത് എർത്തിൽ നിന്ന് ഇതുള്ളത് അല്ലേ, ആൽഫ സെഞ്ചുറി അല്ലേ. ഇതെന്താണ്? സൺ അല്ലെ. സൺ എന്താണ്? സൺ നമുക്കറിയാലോ, സൂര്യൻ അല്ലെ. ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 13 lakh എർത്ത്. എന്താണ്? 13 lakh എർത്ത്, 15 crore kilometer away from the earth. എന്താണ് ഇവിടെ ഈ ആൽഫ സെഞ്ചുറിയിൽ 16 ലാഖ് എർത്ത് കൊള്ളുന്ന പറഞ്ഞ്, ഈ സണ്ണിലോ 13 ലാഖ് എർത്താണ് കൊള്ളുന്നത് അല്ലെ. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പാണ് എന്ത് ഈ സണ്ണിനുള്ളത് അല്ലെ. ഭൂമിയിൽ നിന്ന് എത്ര കോടിയാണ്? 15 കോടി കിലോമീറ്റർ അകലെയാണെന്ത് ഈ സണ്ണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇത് നോക്കുക, എർത്ത് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 50 മൂൺസ് അല്ലെ. എന്താണ് ഭൂമി പറയുന്നത്? എന്താണ്? 50 മൂൺസിനെ അല്ലെ. 50 മൂൺസിനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പാണ് എന്ത് ഈ എർത്തിനുള്ളത് അല്ലെ. ഇനി മൂണോ? 3.84 lakh kilometer away from the earth. ഈ മൂണ് എങ്ങനെയാണ്? ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് എന്ത്, അത്രയും അകലെയാണ് ഈ മൂണുള്ളത് അല്ലെ. 3.84
ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ മൂണ് എർത്തിൽ നിന്നുള്ളത് അല്ലേ. സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് കോൺസ്റ്റലേഷൻ. എന്താണ് പറയുന്നത്? സ്റ്റാർ ക്ലസ്റ്റേഴ്സ് അല്ലേ. സ്റ്റാർ ക്ലസ്റ്റേഴ്സ് നോൺ ആസ് എന്താണ്? സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് കോൺസ്റ്റലേഷൻസ് എന്ന് പറയപ്പെടും അല്ലേ. ലെറ്റ് us familiarize ourselves with some constellation. അപ്പോൾ നമുക്ക് കുറച്ച് കോൺസ്റ്റലേഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അല്ലേ. ചില നക്ഷത്ര ഘടകങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ദ ഹണ്ടർ, ഓറിയോൺ എന്ന് പറയും അല്ലേ, വേട്ടക്കാരൻ എന്ന് പറയും. ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹോറിസോൺ അറ്റ് ഡസ്ക് ഇൻ ഡിസംബർ. When the stars are connected, we can imagine the shape of a hunter and hence given the name hunter. The Greeks gave the name Orion to this constellation, which is the name of a hunter in their mythology. എന്താ ഇവിടെ പറയുന്നത്? ഈ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത് അല്ലേ. എന്താണ്? ഡിസംബർ മാസത്തിലെ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന ഒരു കോൺസ്റ്റലേഷനാണ് എന്ത്? ഈ വേട്ടക്കാരൻ എന്ന് പറയുന്നത് അല്ലെ, ഹണ്ടർ എന്ന് പറയുന്നത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു ഹണ്ടറിന്റെ രൂപം സങ്കല്പിക്കാനാവും, ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ കോൺസ്റ്റലേഷൻ നൽകിയിരിക്കുന്നത്. ഈ നക്ഷത്ര ഗണത്തിൽ നൽകിയിരിക്കുന്നത് എന്താണ്? ഗ്രീക്കുകാര് അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ ഹണ്ടർ എന്നുള്ളതിന് നൽകിയിരിക്കുന്നത്. കണ്ടോ അതിന്റെ ചിത്രം കണ്ടോ? നക്ഷത്രങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചാണ് അല്ലേ. കണ്ടോ ഹണ്ടർ. ഇനി എന്താണ്? സപ്താർഫിസ് അല്ലെ, സപ്തർഷികൾ അല്ലെ, സപ്തർഷിസ് അല്ലെ, സപ്തർഷിസ്. This is a constellation in the northern horizon clearly visible during the month of April without the aid of a telescope. എന്താണ്? ഈ ടെലസ്കോപ്പിന്റെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ നോർത്തേൺ ഹോറിസോണിൽ അല്ലേ, എന്താണ്, വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കോൺസ്റ്റലേഷനാണ് എന്ത്? ഈ സപ്തർഷീസ് എന്ന് പറയുന്നത് അല്ലേ, സപ്തർഷീസ്. ഓക്കെ. The name Saptarshis was given by the Indian because 7 stars could be seen very clearly in this constellation. അപ്പം എന്താണ്? 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് എന്ത്? ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. In European countries it is known as the Big Dipper as it has the shape of a big spoon. It is a part of the constellation Ursa Major അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇന്ത്യയിൽ ഇത് സപ്തർഷീസ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ. ഇതിനെന്താ എന്താണ്? വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താണ്? ബിഗ് ഡിപ്പർ എന്നും ഇതിന്റെ പേര് നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ എന്താണ്? സപ്തർഷീസ് എന്നാണ്. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിൽ അറിയപ്പെടുന്ന എന്താണ്? ബിഗ് ഡിപ്പർ അല്ലെ, വലിയ സ്പൂൺ അല്ലെ എന്നാണ് ഇതിന് പേര് നൽകിയിട്ടത് അല്ലെ. അർസ മേജർ എന്ന നക്ഷത്രത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത് അല്ലെ. അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. അർസ മേജർ അല്ലെ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റലേഷൻ അർസ മേജർ. അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായാണെന്ത് ഇത് കാണപ്പെടുന്നത് അല്ലെ. കളക്ട് ദ ഇൻഫോർമേഷൻ അബൌട്ട് മോർ കോൺസ്റ്റലേഷൻസ് ലൈക്ക് ദിസ് ആൻഡ് ഡ്രോ ദം ഇൻ ദ സയൻസ് ഡയറി. എന്താണ്? ഇതുപോലെ കൂടുതൽ കോൺസ്റ്റലേഷന്റെ വിവരങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Then look at the picture of the star watching camp organized in a school. എന്താണ്? ഇവിടെ സ്കൂളിൽ സംഘടിപ്പിച്ച നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിന്റെ ചിത്രമാണ് അല്ലെ. സ്റ്റാർ വാച്ചിങ് ക്യാമ്പ്, ഗവൺമെന്റ് UP സ്കൂൾ അല്ലെ. നക്ഷത്ര നിരീക്ഷണ ക്യാമ്പാണ് അല്ലെ. അവിടെ നോക്കി കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അല്ലെ. You may also participate in a star watching camp and learn more about the sky. If the sky is cloudy or there is too much light around, star watching will be difficult. What preparations do we need for stars watching? എന്താ ഇവിടെ പറയുന്നത്? നിങ്ങളും ഒരു നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിൽ പങ്കെടുത്ത് ആകാശത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ആകാശം മേഘാവൃതമായാലും ചുറ്റുപാട് നിന്നും അമിതമായ പ്രകാശം ഉണ്ടായാലും നക്ഷത്ര നിരീക്ഷണം പ്രയാസമാവൂലേ. എന്താണ്? മേഘം വന്നാലും എന്താണ്? നമുക്ക് നക്ഷത്രത്തിനെ കാണാൻ കഴിയില്ല അല്ലെ. അതുപോലെ ചുറ്റുപാട് എന്താണ്? ഭയങ്കര പ്രകാശം ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പ്രയാസമാവും അല്ലെ. അപ്പം വാട്ട് പ്രിപ്പറേഷൻ ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്? അപ്പം സ്റ്റാർ വാച്ചിങ്ങിന്, നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്? അവിടെ എന്താണ്? ഈ ക്ലൗഡ് ഇല്ലാത്ത ടൈമിലായിരിക്കണം, രാത്രി ആവണം, പകലാവരുത് അല്ലെ. വെളിച്ചമൊന്നും ഉണ്ടാവാത്തൊരവസ്ഥയിൽ ആയിരിക്കണം. ഓക്കെ. Then there are softwares that help us in sky watching. Try watching the sky
യൂസിങ് K-star ആൻഡ് stellarium ഇൻസ്റ്റാൾഡ് ഓൺ യുവർ സ്കൂൾ കമ്പ്യൂട്ടേഴ്സ്. എന്താണ് ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. വിദ്യാലയത്തിലെ കമ്പ്യൂട്ടറിൽ K-star, stellarium എന്നിവ ഉപയോഗിച്ച് എന്താക്കുക, നിങ്ങൾ ആകാശ നിരീക്ഷണം നടത്തി നോക്കാം. ഈ സ്പേസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ട്. സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ബഹിരാകാശ നിലയം എന്ന് പറയില്ലേ. വി ഒബ്സർവ് ദ സ്റ്റാർസ് ഫ്രം ദ എയർ. What if we observe and conduct experiments from the space itself? A space station is a laboratory set up in the space. എന്താണ് ഇവിടെ പറയുന്നത്? ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കിയാലോ. അതിനായി ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണെന്ത്? ബഹിരാകാശ നിലയം. സാധാരണ നമ്മൾ ഭൂമിയിൽ നിന്നാണ് എന്ത് നമ്മൾ ഈ സ്പേസിലേക്ക് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നത് അല്ലേ. സ്പേസിലുള്ള നക്ഷത്രങ്ങളെ നമ്മൾ എന്താക്കുന്നത് നോക്കുന്നത് അല്ലേ. അപ്പൊ അവിടുന്ന് സ്പേസിൽ നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും നമുക്ക് സൗകര്യം ഒരുക്കിയാലോ. അതാണെന്ത് ഈ സ്പേസിൽ ബഹിരാകാശത്ത് ഒരുക്കിയ ഒരു പരീക്ഷണശാലയാണെന്ത് ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ, ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. അപ്പൊ സ്പേസിലൊരു എന്താണ് ഒരു ലബോറട്ടറി ഉണ്ട്, അതിനാണ് പറയുന്നത് സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് എ സ്പേസ് സ്റ്റേഷൻ. നോക്കൂ നിങ്ങൾ ബഹിരാകാശ നിലയത്തിന്റെ ചിത്രം നോക്കൂ. എന്തിനാണ് ഈ ബഹിരാകാശ നിലയം വേണ്ടത്? എന്തിനാണ് ഈ ബഹിരാകാശ നിലയം? ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ എന്താണ് ബഹിരാകാശത്ത് നിന്ന് തന്നെ നമുക്ക് നക്ഷത്രങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് സ്റ്റേഷൻ എന്താണ് ഉണ്ടാക്കിയത് അല്ലേ. കണ്ടോ ഇതൊക്കെ പിക്ചർ 511 512 ഒക്കെ കണ്ടില്ലേ. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെന്റ്സ്. അപ്പം ഈ പരീക്ഷണങ്ങൾക്കും മറ്റുമായി ഈ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? നോ എയർ ഉണ്ടാവൂല അല്ലേ. പിന്നെന്താണ് വെള്ളം, അതിനൊക്കെ പ്രശ്നം തന്നെയാണ് അല്ലേ. എയർ വരെ ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണത്തിനൊക്കെ കാര്യം പറയാനുണ്ടോ, അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ അവിടെ നോ എയർ പിന്നെന്തൊക്കെയാന്നുള്ളത് എഴുതുക. വാട്ട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ആർ നീഡഡ് ടു ഓവർകം സച്ച് പ്രോബ്ലംസ്. ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാവും വേണ്ടി വരിക? കളക്ട് മോർ ഇൻഫോർമേഷൻ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ വേണ്ടി വരും അല്ലേ. Then explorations related to outer space are progressing at a greater pace nowadays. It is the sky watching that inspired all these explorations and experiments. എന്താണ് ഈ സ്പേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് വലിയ തോതിൽ പുരോഗമിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമെല്ലാം തുടക്കം വിട്ടത് എവിടുന്നാണ്? ഈ ആകാശ നിരീക്ഷണമാണ് അല്ലേ. ഈ ആകാശ നിരീക്ഷണമാണ്, സ്കൈ വാച്ചിങ് ആണ് എന്ത് ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും എല്ലാം തുടക്കം വിട്ടത് അല്ലേ. ഈ ആകാശ നിരീക്ഷണമാണ്, സ്കൈ വാച്ചിങ് ആണ് അല്ലേ. ഓക്കെ, ദെൻ ദ മൂൺ അല്ലേ. എന്താണ് ചന്ദ്രൻ അല്ലേ. The moon is the biggest and brightest body in the sky at night, isn't it? What could be the reason? രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ആരെയാ? മൂണിനെയാണ് അല്ലേ. എന്താവും കാരണം? The moon is the closest celestial body to the earth. Is the moon bigger than the stars? അപ്പൊ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണെന്ത് ഈ മൂൺ അല്ലേ. അപ്പൊ മൂണിന് എന്താണ് നക്ഷത്രങ്ങളെക്കാളും വലുപ്പമുണ്ടോ? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. The moon revolves around the earth. Satellite earth. അപ്പൊ എന്താണ് മൂണിന് എന്താണ് ഷൈൻ ചെയ്യാൻ കഴിയില്ല അല്ലെ. എന്താണ് സൂര്യപ്രകാശം തട്ടിയാലേ എന്താവുള്ളൂ മൂണ് എന്താണ് പ്രകാശിക്കുള്ളൂ അല്ലെ. സ്വയം പ്രകാശിക്കാൻ ഈ മൂണിന് കഴിയില്ല അല്ലെ. അപ്പം ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. ഭൂമി എന്ന ഗ്രഹത്തെ എന്താണ് മൂണ് ചുറ്റിയാണ് അല്ലെ. Satellites are the celestial bodies which revolve around the planets. The moon is a satellite of the earth. എന്താണ് ഗ്രഹങ്ങളെ ഈ ഗ്രഹങ്ങളെ ചുറ്റുന്ന സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സെലഷ്യൽ ബോഡീസിനെ ചുറ്റുന്ന ഈ സാറ്റലൈറ്റ്സ് ആർ ദ സെലഷ്യൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്. ഈ പ്ലാനറ്റിനെ ചുറ്റുന്നവയാണ് എന്ത് ഈ സാറ്റലൈറ്റ് അല്ലെ. ഈ മൂണ് ഭൂമിയുടെ എന്താണ് സാറ്റലൈറ്റ് ആണ് അല്ലെ. മൂണ് ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ്. ദ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫാൾസ് ഓൺ ദ മൂൺ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്.
അപ്പൊ എന്താണ്, മൂണിലേക്ക് സൂര്യപ്രകാശം മൂണിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് എന്ത്, ഈ മൂണിന്റെ പ്രകാശമായി നാം കാണുന്നത് അല്ലേ. The reflected light makes the moon glow and we see it as the light of the moon. അപ്പോൾ എന്താണ്, ആ ഭൂമി, അതായത് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് അല്ലേ. അതുപോലെ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് എന്ത്, ചന്ദ്രന്റെ പ്രകാശമായി നാം കാണുന്നത് അല്ലേ. അപ്പം what are some other features of the moon? Write them in your science diary. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ചന്ദ്രന്റെ മറ്റ് പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്ഫെറിക്കലാണ്, ഗോളാകൃതിയാണ്, പിന്നെന്താണ്, സ്വയം പ്രകാശിക്കുന്നില്ല, പിന്നെന്തൊക്കെയാണെന്നുള്ളതൊക്കെ എഴുതാം അല്ലേ. വാട്ട് ഓൾ ലൂമിനസ് ഒബ്ജക്റ്റ് ആർ ദർ ഇൻ ദ സ്കൈ? പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾ ആകാശത്തുണ്ട്? പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കളാണ് ആകാശത്തുള്ളത്? സ്റ്റാർ ഉണ്ട്, സൺ ഉണ്ട് അല്ലേ. The sun is the closest star to the earth. എന്താണ്, the sun is the closest star to earth. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് എന്ത്, സൂര്യൻ അല്ലേ. സൺ എന്താണ്, സ്റ്റാർ ആണ് അല്ലേ. അത് എർത്തിനോട് ക്ലോസ് ആയിട്ടുള്ളതാണ് അല്ലേ സൺ എന്ന് പറയുന്നത്. ലൈക്ക് ദ സൺ there are billions of stars in the universe. Many stars have planets and their satellites അല്ലേ. എന്താണ്, സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ എന്താണ് ഈ യൂണിവേഴ്സിലുണ്ട് അല്ലേ. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന സാറ്റലൈറ്റ്, എന്താ, ഗ്രഹങ്ങളും സാറ്റലൈറ്റും ഉണ്ട് അല്ലേ. പലതും എന്താണ്, മെനി സ്റ്റാർസ് ഹാവ് പ്ലാനറ്റ്സ് ആൻഡ് ദെയർ സാറ്റലൈറ്റ് അല്ലേ. പല സ്റ്റാർസിനും അവയെ ചുറ്റുന്ന പ്ലാനറ്റും ഉണ്ട്, സാറ്റലൈറ്റും ഉണ്ട്. സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് celestial bodies but planets and satellites are not self luminous. എന്താണ്, how to differentiate the stars and other celestial bodies? എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ, നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് celestial bodies ആണ് അല്ലെ. എന്താണ്, ഈ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളമാണെന്ത്, നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നതാണെന്ത്, സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ. ബട്ട് പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലൂമിനസ്. പക്ഷെ എന്താണ്, ഈ പ്ലാനറ്റും സാറ്റലൈറ്റും എന്താണ്, സ്വയം പ്രകാശിക്കുന്നില്ല അല്ലെ. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് എന്ത്, അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത് അല്ലെ. എന്താണ്, the light that falls on these bodies get reflected and it makes them glow. എന്താണ് പറയുന്നത്, ഈ പ്ലാനറ്റും സാറ്റലൈറ്റും സ്വയം പ്രകാശിക്കുന്നില്ല, അവയിൽ പതിക്കുന്ന പ്രകാശം, സൂര്യപ്രകാശം ഉണ്ടല്ലോ, അത് പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് എന്ത്, അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. We perceive them as luminous because of the reflection of light. While observing the sky, we see the stars twinkling whereas the planets shine without twinkling. എന്താണ്, ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നുണ്ട് അല്ലേ അല്ലേ. നോക്കൂ, ദ സോളാർ സിസ്റ്റം, ലുക്ക് അറ്റ് ദ പിക്ചർ, ചിത്രത്തിൽ കണ്ടില്ലേ. ലുക്ക്, എന്താണ്, സൺ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലേ. ഇതെന്താണ്, ലൈക്ക് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് ആൻഡ് ദ അതർ പ്ലാനറ്റ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ സൺ. ഇതൊക്കെ എന്താണ്, പ്ലാനറ്റ്സ് ആണ് അല്ലേ. ഇതെന്താ ഇവിടെ പറയുന്നത്, മൂണ് എർത്തിനെ ചുറ്റുന്നത് പോലെ ഭൂമിയും എന്താണ്, നമ്മളെ ഈ സൗരയുധത്തിലെ മറ്റു ഗോളങ്ങളും എന്താണ്, സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലെ. എർത്തിനെ മൂണ് ചുറ്റുന്നില്ലേ, അതേപോലെ എന്താണ്, എർത്ത് സണ്ണിനെ ചുറ്റുന്നുണ്ട് അല്ലെ. എർത്ത് മാത്രമല്ല, എന്താണ്, മറ്റേ പ്ലാനറ്റ്സും എന്താണ്, സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലെ. ദ പാത്ത് ഓഫ് ദ സെലസ്ഷ്യൽ ബോഡീസ് ഈസ് കോൾഡ് ദ ഓർബിറ്റ്. എന്താണ്, ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് എന്ത്, ഓർബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദ പാത്ത് ഓഫ് ദ സെലസ്ഷ്യൽ ബോഡീസ് ഈസ് കോൾഡ് ദ orbit. പഠിച്ചു വെക്കണേ, path of the celestial bodies is called the orbit. The solar system consists of the sun, the planets around the sun, satellites and many other celestial bodies. എന്താണ്, സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് എന്ത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സണ്ണും സണ്ണിനെ ചുറ്റുന്ന പ്ലാനറ്റും സാറ്റലൈറ്റും പിന്നെ വേറെ അനവധി വസ്തുക്കളും ചേർന്നതാണ് എന്ത്, ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ ദ സോളാർ സിസ്റ്റം? എത്ര പ്ലാനറ്റ്സ് ഉണ്ട്?
ഈ സോളാർ സിസ്റ്റത്തിൽ? റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. എത്ര പ്ലാനറ്റ്സ് അതാ ഇവിടെ അല്ലേ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലേ? അത്രയും പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ? ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് വിച്ച് പ്ലാനറ്റ്സ് ഡസ് ദ എർത്ത് ഓർബിറ്റ് ലൈ? അപ്പോൾ ഈ ഭൂമിയുടെ ഈ ഇതിൽ ബിറ്റ്വീൻ ദ ഭൂമിയുടെ ഓർബിറ്റിന്റെ സ്ഥാനം ഏതെല്ലാം പ്ലാനറ്റിന്റെ ഓർബിറ്റുകൾക്കിടയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഭൂമിയുടെ ഏതൊക്കെ ഓർബിറ്റിന്റെ ഓർബിറ്റ്, ഭൂമിയുടെ ഓർബിറ്റ് കിടക്കുന്ന എവിടെയാണ്? ഏതൊക്കെ പ്ലാനറ്റ് ഇതിലാണ്? എർത്ത് അല്ലേ? അപ്പൊ ഭൂമിയുടെ ഈ ഓർബിറ്റിന്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ, ഏതൊക്കെ പ്ലാനറ്റിന്റെ ഇതിലാണ്? അപ്പം എർത്ത് ഇവിടെ അല്ലെ? വീനസിന്റെയും മാർസിന്റെയും ഇടയിലാണ് കിടക്കുന്നത് അല്ലെ? ഓക്കെ. ദെൻ മേക്ക് എ മോഡൽ ഓഫ് ദ സൺ, ദ എർത്ത് ആൻഡ് ദ മൂൺ ഹാസ് സീൻ ഇൻ ദ പിക്ചർ. ഡെമോൺസ്ട്രേറ്റ് ദർ മൂവ്മെന്റ് വിത്ത് ദ മോഡൽ യു ഹാവ് മെയ്ഡ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്താക്കുക? സണ്ണ്, എർത്ത്, മൂണ് എന്നിവയുടെ മാതൃക ഉണ്ടാക്കി അവയുടെ ഈ ചലനം അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് ചെയ്യാം കേട്ടോ. ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസിലെ 5th ചാപ്റ്ററായ ദ സ്കൈ നിയർ എച്ച് ഹാൻഡ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണുള്ളത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? നമുക്ക് അറിയാമല്ലേ? കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ അല്ലേ? അതാണ് എന്ത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ലെറ്റ്സ് പ്ലേ എ ഗെയിം. എന്താണ്? നമുക്കൊരു കളി ആയാലോ എന്നാണ് അല്ലേ? A blindfolded person should reach at a predetermined place in the classroom. എന്താ ഫസ്റ്റ് പറഞ്ഞ? കണ്ണ് കെട്ടിയ ഒരാൾ എന്താക്കുക? ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി അല്ലേ? First try to reach that place without anyone's help. At the next stage he can follow the instruction of a helper. When was it possible to reach the target easily? എന്താണ് പറയുന്നത്? അപ്പോൾ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി. ആദ്യം ആരുടെയും സഹായമില്ലാതെ എന്താക്കുക? ലക്ഷ്യത്തിൽ എത്താൻ ശ്രമിക്കണം അല്ലെ? പിന്നെ എന്താക്കുക? അടുത്ത ഘട്ടത്തിൽ ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. എളുപ്പത്തിൽ എന്താക്കുക? ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണ്? ആദ്യം എന്താക്കുക? ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ എത്താൻ ശ്രമിക്കണം. പിന്നെ എത്താൻ കഴിയാത്ത ഇതിലെന്താക്കുക? ഏതെങ്കിലും ഒരു ഹെൽപ്പറിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അപ്പൊ ഇതിൽ എത്രയും വേഗം അതിൽ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണ്? ഈ സഹായിയുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. While traveling through an unknown and unfamiliar route, what is the method adopted by the driver of a vehicle to reach the destination easily? അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വാഹനത്തിന്റെ ഡ്രൈവർ സ്വീകരിക്കുന്ന മാർഗം എന്താണ്? ഡു യു നോ ഹൗ വി ഗെറ്റ് സച്ച് സർവീസസ്? എങ്ങനെയാണ് ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണെന്ന് അറിയാമോ? Imagine an object orbiting the earth. We can take pictures of the earth with a camera attached to that object. എന്താണ്? ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കുക. അതിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചാൽ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാമല്ലോ അല്ലെ? അതിലൊരു ക്യാമറ ഫിക്സ് ചെയ്താൽ എന്താണ്? ഭൂമിയുടെ ചിത്രം എടുക്കുക അല്ലെ? ലുക്ക് അറ്റ് ദ പിക്ചർ ടേക്കൺ ദാറ്റ് വേ. എന്താണ്? നമുക്ക് നോക്കാം. ഈ രീതിയിൽ എടുത്ത ചിത്രം നോക്കിയാ കണ്ടോ? എങ്ങനെ എടുത്തതാണ്? ഒരു എന്താണ്? ക്യാമറ ഘടിപ്പിച്ചിട്ട് ഭൂമിന്റെ ചിത്രം എടുത്തതാണ്. എങ്ങനെയാണ് ഭൂമിന്റെ ചിത്രം അല്ലെ? Many mechanical devices including cameras and various instruments created by humans have been sent to place. They constantly revolve around the earth. These human-made devices are called artificial satellite. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങൾ ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച എന്താണ്? ഈ സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലെ? അവ സദാ ഭൂമിയെ എന്താണ്? ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് എന്ത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പൊ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങൾ ഘടിപ്പിച്ച് എന്താണ്? ഈ ചില യന്ത്ര സംവിധാനങ്ങൾ എന്താണ്? മനുഷ്യൻ നിർമ്മിച്ചിട്ട് ബഹിരാകാശത്തേക്ക് സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ സദാ എപ്പോഴും എന്താണ്? ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഈ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളാണ് എന്ത്? ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ artificial satellite. Such artificial satellites provide services like GPS, Global Positioning System. GPS എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? Global Positioning System. They enable us to view the satellite images of your house, school and other places using mobile phones or computers.
എന്താണ് അപ്പം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലേ, ഇത്തരം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് എന്ത് GPS എന്ന് പറയുന്നത് അല്ലേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. നിങ്ങളുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഒരു സാറ്റലൈറ്റ് ഇമേജസ്, ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ കാണാനാവും അല്ലേ. അപ്പോൾ GPS ഘടിപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടില്ലേ, അതൊക്കെ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലേ. ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് എന്ത് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. അപ്പോൾ GPS എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ. Then what are some other services that artificial satellite provide? അങ്ങനെയാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചിത്രം നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമുക്ക് നൽകുന്ന ഒരു സേവനമാണ് എന്ത് GPS അല്ലേ. അതുപോലെ നമുക്ക് പല ഇതും തരുന്നുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ എന്താണ് നമുക്ക് നൽകുന്ന വേറെയും സേവനങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ദ റിമോട്ട് സെൻസിങ്, കമ്മ്യൂണിക്കേഷൻ, നേവിഗേഷൻ, സയന്റിഫിക് എക്സ്പെഡിഷൻ, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്, ഡിഫൻസ് അല്ലേ. അപ്പോൾ എന്താ ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലേ, വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു. പിന്നെ വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനങ്ങൾ സഹായിക്കുന്നു. പിന്നെ എന്താണ് വരുന്നത്? നേവിഗേഷൻ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് വരുന്നത്? അപ്പം നിങ്ങൾ എന്താക്കുക, ഇതിൽ നിന്ന് എടുത്തെഴുതുക അല്ലേ. റിമോട്ട് സെൻസിങ്ങോ അല്ലെങ്കിൽ ഡിഫൻസോ, ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സെന്നോ അല്ലെങ്കിൽ സയന്റിഫിക് എക്സ്പെഡിഷനോ ഒക്കെ ഏതെങ്കിലും എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ദെൻ അടുത്ത എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ അല്ലെ. ഇതെന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. എന്താ അവിടെ പറയുന്നത്? ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ. ഏതാണ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നോക്കാം. ചെക്ക് ഔട്ട് ദ ലിസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ അവർ കൺട്രി ആൻഡ് ദെയർ പർപ്പസസ്. എന്താണ്? വിവിധ ആവശ്യങ്ങൾക്കായി നമ്മുടെ രാജ്യം വിക്ഷേപിച്ച പ്രധാനപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അവയുടെ ഉപയോഗങ്ങളുമാണ് എന്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻസാറ്റിന് എന്താണ് അതിന്റെ പ്രൈമറി പർപ്പസ് എന്താ? പ്രധാന ഉപയോഗം എന്താണ്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഇൻസാറ്റ് എന്താണ്? ഇത് പഠിക്കണം കേട്ടോ. ഇൻസാറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. വാർത്താ വിനിമയത്തിനാണ് ഇൻസാറ്റ് ഉപയോഗിക്കുന്നത്. ഇനി എഡ്യൂസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂസാറ്റ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനാണ് ഉപയോഗിക്കുന്നത്. IRNSS അല്ലെ. IRNSS എന്തിനാണ്? നാവിഗേഷൻ അല്ലെ, ഗതി നിർണയത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് കാർട്ടോസാറ്റ് അല്ലെ. കാർട്ടോസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജോഗ്രഫിക്കൽ ഒബ്സർവേഷൻ അല്ലെ, ഭൗമ നിരീക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇനി ആസ്ട്രോസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ പ്രധാന ഉപയോഗം എന്തിനാണ്? ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച് അല്ലെ, ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി GSAT-7 എമിസാറ്റ് അതെന്തിനാണ്? ഡിഫൻസ് പ്രതിരോധത്തിനാണ് അല്ലെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പഠിക്കുക കേട്ടോ. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിന്റെ പ്രൈമറി പർപ്പസ് എന്താണല്ലേ, പ്രധാന ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത് നോക്കൂ. ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്താണ്? IRNSS. എന്താണ് IRNSSന്റെ ഫുൾ ഫോം എന്താണ്? ഐന്റെ ഇന്ത്യൻ, R റീജിയണൽ, N നാവിഗേഷൻ, S സാറ്റലൈറ്റ്, S സിസ്റ്റം അല്ലെ. അപ്പോൾ ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇസ് ആൻ ഇൻഡിജിനസ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ. എന്താ ഇവിടെ പറയുന്നത്? ഈ IRNS എന്തിനാ? അതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണ്? IRNSS നാവിഗേഷന് വേണ്ടിയിട്ടുള്ള അല്ലേ. അപ്പം അതെന്താണ്? നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഒരു നാവിഗേഷനാണ് അല്ലെ. നാവിഗേഷൻ സിസ്റ്റം ആണ് എന്ത്? ഒരു ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണെന്ത്? ഈ IRNSS എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇറ്റ് ഈസ് എക്വിവലന്റ് ടു GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എന്താണ്? GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത് അല്ലെ. അടുത്ത എന്താണ്? ഇതാണ് കേട്ടോ നാവിക്. ഓക്കെ. ഇനി റോക്കറ്റ്. എന്താണ് റോക്കറ്റുകൾ? ഹൗ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ടു സ്പേസ്? എങ്ങനെയായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്നത്? എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്നത്? നമ്മളിപ്പോൾ നേരെ കണ്ടതാണ് അല്ലേ. എങ്ങനെയാണ്? നോക്കാം നമുക്ക് അല്ലേ. റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒന്ന് നോക്കിയേ.
Satellite launch on May 29, Bangalore. The launch of navigational satellite indigenously developed by our country will take place on May 29. The satellite will be placed into its orbit using GSLV F12, which will be raised to its orbit by the rocket in 18 minutes. എന്താണ് വരുന്നത്? ബാംഗ്ലൂർ ഉപഗ്രഹ വിക്ഷേപണം മെയ് 29 അല്ലേ? ബാംഗ്ലൂര് ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV F12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ എവിടെ എത്തിക്കുന്നത്? ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് അല്ലെ. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഓർബിറ്റിൽ എത്തിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ ഈ സ്പേസിൽ എത്തുന്നത്? റോക്കറ്റ് വഴി അല്ലെ. Rocket are the vehicles used to launch satellites and spacecrafts into space. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഉപഗ്രഹങ്ങളെയും അതുപോലെ ബഹിരാകാശ പേടകങ്ങളെയൊക്കെ സ്പേസിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതാണ്? റോക്കറ്റ് ആണ് അല്ലേ. റോക്കറ്റ് എന്ന് കേട്ടില്ലേ? അപ്പൊ ഈ സാറ്റലൈറ്റിനെയും അതുപോലെ സാറ്റലൈറ്റിനെയും സ്പേസ് ക്രാഫ്റ്റിനെയും ഒക്കെ സ്പേസിൽ എത്തിക്കുന്ന ആരാണ്? റോക്കറ്റ് എന്ന് പറഞ്ഞ വാഹനമാണ് അല്ലെ, റോക്കറ്റുകളാണ് അല്ലെ. ദെൻ അപ്പൊ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് വാഹനങ്ങളാണ് എന്ത്? റോക്കറ്റുകൾ. ഓക്കെ. ദെൻ അടുത്ത എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO കേട്ടില്ലേ? ISRO, ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ് ദ സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മിഷൻസ് ഓഫ് അവർ കൺട്രി. Collect the names of space research institute of other countries and note them in your science diary. എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു സ്പേസ് ഏജൻസിയാണ് എന്ത്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ രാജ്യത്തിന് ഈ എക്സിക്യൂട്ടീവ് സ്പേസ് മിഷൻസ് അല്ലെ, എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്പേസ് മിഷൻസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു സ്പേസ് ഏജൻസിയാണ് എന്ത്? ISRO എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ ശേഖരിച്ച് നിങ്ങൾ എന്താക്കുക? നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നോക്കൂ, ടോപ്പ് 12 സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് ഏതാണ് നോക്കിയേ? Canadian Space Agency, Korea Aerospace Research Institute, German Aerospace Center, Italian Space Agency ASI, National Center for Space Studies France, Japan Aerospace Exploration Agency JAXA, Indian Space Research Organization ISRO, SpaceX, Russian Federal Space Agency Roscosmos, European Space Agency ESA, China National Space Administration CNSA, National Aeronautic and Space Administration NASA അല്ലേ. ഇതൊക്കെയാണ് എന്താണ് അതർ കൺട്രീസിലുള്ളതും വരുന്നത് അല്ലേ. അതൊക്കെ കനേഡിയൻ സ്പേസ് ഏജൻസിയിലുള്ളത്. പിന്നെ അതുപോലെ ഇതൊക്കെ കൊറിയ എയറോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ജർമ്മൻ എയറോസ്പേസ് സെന്റർ DLR ആണ് കേട്ടോ. ഇത് കണ്ടോ? ഇത് ഇറ്റാലിയൻ സ്പേസ് ഏജൻസി ASI ആണിത്. ഇത് നാഷണൽ സെന്റർ ഫോർ സ്പേസ് സ്റ്റഡീസ് ഫ്രാൻസിലുള്ളത്. ഇത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി JAXA. ഓക്കെ. ഇതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഇത് കേട്ടോ. ISRO launches in the 100th satellite on board the polar satellite launch vehicle ചെയ്യുന്നതാണിത്. ഇത് SpaceX ആണ് കേട്ടോ. ഇത് റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി റോസ്കോസ്മോസ് അല്ലേ. യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA ആണ് ഇത് അല്ലേ. ESA ആണ് പാരീസിലെ. ESA ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ പാരീസ് ഫ്രാൻസ് അല്ലേ. ഇത് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ CNSA launching its first soft lunar landing mission with Long March 3 B carrier rocket. ഇത് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ NASA. All Saturn V launches 1967 to 1973. Source NASA. ഇതാണ് വേൾഡിലുള്ള 12 സ്പേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇതാണ് കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? മേക്ക് ദ മോഡൽ ഓഫ് എ റോക്കറ്റ് യൂസിങ് പേപ്പർ ആസ് സീൻ ഇൻ ദ പിക്ചർ. നിങ്ങൾ എന്താക്കുക? റോക്കറ്റിന് ഒരു മോഡൽ ഉണ്ടാക്കുക പേപ്പർ വെച്ചിട്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക? ഒരു മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മോഡൽ ഉണ്ടാക്കുക കേട്ടോ. ദെൻ
ഇനി ഇവിടെ പറയുന്ന അവർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ്, നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ എവിടെയാണെന്നുള്ളത്, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് എവിടെയാണെന്നുള്ളതാണ് അല്ലെ. ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ് ഈസ് ഡൺ ഫ്രം സം സ്പെഷ്യൽ ഫെസിലിറ്റീസ്. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെന്റേഴ്സ് ഇൻ അവർ കൺട്രി ഈസ് ഗിവൺ. കളക്ട് ആൻഡ് ആഡ് മോർ. എന്താണ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് അല്ലെ. നമ്മുടെ രാജ്യത്തെ എത്ര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റോക്കറ്റ് ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ് നടത്തുന്ന ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് അല്ലെ, സം സ്പെഷ്യൽ ഫെസിലിറ്റീസിൽ നിന്നാണ് അല്ലെ. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്. പിന്നെന്താണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ located in Tirunelveli district of Kerala, India's first rocket launch station, established on 21st November 1963. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ലെ. പിന്നെന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. പിന്നെ 1963 നവംബർ 21-നാണ് എന്തായത് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് അല്ലെ, സ്ഥാപിതമായത്. ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് launching station is an Indian rocket launching site established on 21 November 1963, operated by the Indian Space Research Organization. It is located in Tumba, Tirunelveli, which is near the southwestern tip of mainland India, very close to Earth's magnetic equator. It is currently used by ISRO for launching sounding rocket. The first rocket were assembled in the former St. Louis High School, which the first rocket were assembled in the former St. Louis High School, which now houses a space museum. The local bishop of Trivandrum, Peter Bernard Pereira, along with Vincent Victor Derrida and district collector Madhavan Nair, were instrumental in acquiring large parcel land measuring 600 acres for coastal community. നിങ്ങൾക്ക് ഇതൊന്ന് പോയിന്റുകളൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് പറയുന്നത് നോക്കിയേ. സതീഷ് ധാവൻ സ്പേസ് സെന്റർ ആണ്, ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ടയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ ഒക്ടോബർ 1971. There are 2 launch pads. Tumba rocket launching location is near the Earth's magnetic equator, known as the rocket launching stations. പിന്നെ സതീഷ് ധാവൻ സ്പേസ് സെന്ററിന്റെ ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ടയിലാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ ഒക്ടോബർ 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ എന്താണ്, there are 2 launch pads, 2 വിക്ഷേപണ തറകളുണ്ട് അല്ലെ. Now India's satellite launches are taking place here. Being closer to the equator gives it extra centripetal force that helps launch satellite എന്ന് പറയാം അല്ലെ. ഇതാണ് സതീഷ് ധാവൻ സ്പേസ് സെന്റർ, കണ്ടോ. Sriharikota Island was chosen in 1969 for a satellite launching station. It is located 80 km 50 north of Chennai. The center became operational on 9th October 1971. Okay, അപ്പോൾ ലൊക്കേഷൻ എന്താണ്, ശ്രീഹരിക്കോട്ടയിലെ തിരുപ്പതി ഡിസ്ട്രിക്ട് ആന്ധ്രാപ്രദേശ് അല്ലേ. അപ്പം ഇതാണ് വരുന്ന ലൊക്കേഷൻ എന്തൊക്കെ കേട്ടോ. ഓക്കെ, ഫെസിലിറ്റീസ് പനോരാമിക് വ്യൂ SC ഷാർ അല്ലേ, ശ്രീഹരിക്കോട്ടേൻ്റെ. ഇതാണ് സോളിഡ് സ്റ്റേജ് അസംബ്ലി ബിൽഡിങ്, വെഹിക്കിൾ അസംബ്ലി ബിൽഡിങ്, ഇതൊക്കെ അല്ലേ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, വിക്രം സാരാഭായ്. ഇതാണ് അല്ലെ, വിക്രം സാരാഭായ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. അപ്പൊ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ ആരാണ്, വിക്രം സാരാഭായ് ആണ് അല്ലെ. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ് ഇൻഡിജിനസ് സ്പേസ് ടെക്നോളജീസ്. റെക്കഗ്നൈസിംഗ് ഹിസ് കോൺട്രിബ്യൂഷൻസ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഇൻ തിരുവനന്തപുരം ആൻഡ് ദ ലൂണാർ ലാൻഡർ വിക്രം ഓഫ് ദ ചന്ദ്രയാൻ മിഷൻ ആർ നെയ്മഡ് ആഫ്റ്റർ ഹിം. എന്താണ് ഇവിടെ പറയുന്നത്, ഈ വിക്രം സാരാഭായ് ആണ് എന്ത്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ
ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ് ഇൻഡിജിനസ് സ്പേസ് ടെക്നോളജീസ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം എന്താണ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലെ. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ള പേരിട്ടത് എന്നും പിന്നെ ചന്ദ്രയാന്റെ ലാൻഡറിന് എന്താണ് വിക്രം എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥാണ് അല്ലെ. അപ്പം തിരുവനന്തപുരത്തുള്ള ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് എന്താ പേര് നൽകിയത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും. അതുപോലെ ചന്ദ്രയാൻ മിഷന് പേര് കൊടുത്തത് എന്താണ്? വിക്രം എന്നുള്ള പേരുമാണ് അല്ലെ. ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്ന പേര് നൽകിയത്. ഓക്കെ, then ഇതാരാണ്? സതീഷ് ധാവൻ ആണ് അല്ലെ. സതീഷ് ധാവൻ വാസ് ദ ചെയർമാൻ ഓഫ് ISRO. He took the leadership role in developing India's unique space technologies. Satish Dhawan Space Center located in Sriharikota is named so in memory of him. എന്താണ് പറയുന്നത്? സതീഷ് ധവാൻ അല്ലേ, ഇസ്രോയുടെ ചെയർമാൻ അല്ലെ, ISROന്റെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാന്. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന്റെ എന്താണ് ലീഡർഷിപ്പ് നൽകി അല്ലെ, നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണക്കാണ്, ഇദ്ദേഹത്തിന്റെ മെമ്മറിക്കാണ് ഈ ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്തായി സതീഷ് ധാവൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വോയേജസ് ടു ദ മൂൺ. ഇനി എന്താണ്? ചന്ദ്രയാത്രകൾ അല്ലെ, മൂണിലേക്കുള്ള യാത്രകൾ അല്ലെ. ദ ഡിസയർ ടു റീച്ച് ദ മൂൺ, എർത്ത് നിയറസ്റ്റ് സെലസ്ഷ്യൽ ബോഡി, വാസ് എ ലോങ് സ്റ്റാൻഡിംഗ് ആസ്പിറേഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി. ദിസ് ഡ്രീം വാസ് റിയലൈസ്ഡ് ഓൺ July 21, 1969. This was a result of a continuous research since 1960. In NASA's Apollo 11 lunar exploration module, astronauts Neil Armstrong and Edwin Buzz Aldrin first landed on the moon. Michael Collins as the pilot of the spacecraft which took them to the moon. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ എന്താണ് മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു അല്ലെ. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. 1960 മുതലാണ് ഇവര് നിരന്തരമായി ഈ ഗവേഷണം നടത്തിയിട്ട് അതിന്റെ ഫലമായിട്ടാണ് 1969 ജൂലൈ 21 എന്താക്കിയത് ഈ ബഹിരാകാശ ചന്ദ്രനിലേക്ക് പോയത് അല്ലെ. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 2 എന്ന ചാന്ദ്ര പരിവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് അല്ലെ. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകത്തിന്റെ പൈലറ്റ്. ഓക്കെ, മിക്കൈൽ കോളിൻസ് വാസ് ദ പൈലറ്റ് ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് വിച്ച് ടുക്ക് ദം ടു ദ മൂൺ അല്ലെ. ഇവര് മൂന്നാളുള്ളത് അല്ലെ. ദെൻ അടുത്ത നോക്കൂ, ദ സ്പേസ് വീക്ക്. എന്താണ് സ്പേസ് വീക്ക്? ബഹിരാകാശ വാരം അല്ലെ. സ്പേസ് വീക്ക് എന്ന് പറഞ്ഞാൽ ഏത് ദിവസം നമുക്ക് നോക്കാം. Sputnik 1 launched by the Soviet Union is the first artificial satellite. എന്താണ്? The beginning of the space age is marked by its launch on October 4, 1957. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ satellite. The International Space Week is observed annually from October 4 to 10. It is observed to commemorate the launch of Sputnik 1 and the signing of the International Outer Space Treaty to use the outer space only the peaceful purposes on October 10, 1967. അപ്പൊ എന്താണ് സ്പുട്നിക് 1 ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെ. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അല്ലെ. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം അല്ലെ. ദ ബിഗിനിങ് ഓഫ് ദ സ്പേസ് ഏജ് ഈസ് മാർക്ക്ഡ് ബൈ ഇറ്റ്സ് ലോഞ്ച് ഓൺ October 4, 1957 അല്ലെ. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അല്ലെ. അന്താരാഷ്ട്ര തലത്തിൽ October 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നുണ്ട് അല്ലെ. എവിടെയാണ്? ഇന്റർനാഷണൽ സ്പേസ് വീക്ക് ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഫ്രം October 4 to 10 അല്ലെ. October 4 മുതൽ 10 വരെ എന്താണ് ഇന്റർനാഷണൽ സ്പേസ് വീക്ക് ആയിട്ട് ആചരിക്കുന്നുണ്ട് അല്ലെ. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 October 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ എന്ത് നടത്തുന്നത്? ഈ സ്പേസ് വീക്ക് നടത്തുന്നത് അല്ലെ. സൈനിങ് ഓഫ് ഇന്റർനാഷണൽ ഔട്ടർ സ്പേസ് ട്രീറ്റി ടു യൂസ്
outer space only for peaceful purpose on October 10, 1967. എന്താണ് പറയുന്നത്? 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഉടമ്പടിയുടെയും പിന്നെ അതുപോലെ എന്താണ് സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും ഓർമ്മയ്ക്കാണ് എന്ത് ഈ സ്പേസ് വീക്ക് നടത്തുന്നത് കേട്ടോ. ഇനി ഇന്ത്യസ് ലൂണാർ മിഷൻസ്. എന്താണ് ഇന്ത്യയുടെ ലൂണാർ മിഷൻസ്? ചന്ദ്രദൗത്യങ്ങൾ എന്തൊക്കെയാണ്? അവർ നേഷൻ കണ്ടക്ട് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻസ് ഇൻ ദ നെയിം ചന്ദ്രയാൻ. കേട്ടില്ലേ നിങ്ങൾ? ചന്ദ്രയാൻ ഇപ്പോൾ നേരെയാണല്ലേ 2019 ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ 2023 ഒക്കെ എന്താണ് ചന്ദ്രയാനിലെ മിഷൻസ് ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെ, ചന്ദ്രയാനിലേക്ക് പോയിട്ടുണ്ട്, മൂണിലേക്ക് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർ നേഷൻ കണ്ടക്ട് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ഇൻ ദ നെയിം ചന്ദ്രയാൻ. ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ചന്ദ്രയാൻ 1. Chandrayaan 1 is the first lunar exploration mission of our nation. It was launched on October 22, 2008 from Sriharikota. It entered the moon's orbit at an altitude of 100 kilometers and conducted studies of the lunar surface. കണ്ടോ? ഇപ്പൊ എന്താണ് ചന്ദ്രയാൻ 1 അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്ര പരിവേഷണ പേടകമാണ് എന്ത്? ആദ്യത്തെ അല്ലെ, ഫസ്റ്റ് മിഷൻ. എന്തായത് ഫസ്റ്റ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ആണ് എന്ത്? ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്ര പരിവേഷണ പേടകമാണ് എന്ത്? ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എന്ത് ഇത് ലോഞ്ച് ചെയ്തത് അല്ലെ, വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള ഒരു പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ എവിടെയാണ് ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തുകയാണെന്ത് ചന്ദ്രയാൻ 1 ചെയ്ത് അല്ലെ. ഇറ്റ് എൻഡഡ് മൂൺസ് ഓർബിറ്റ് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 100 കിലോമീറ്റേഴ്സ് ആൻഡ് കണ്ടക്ടഡ് സ്റ്റഡീസ് ഓഫ് ലൂണാർ സർഫേസ്. ഓക്കെ. ഇനി ചന്ദ്രയാൻ 2 നോക്കൂ. ചന്ദ്രയാൻ 2 എന്താണ് എന്താക്കിയത് നോക്കിയേ. Chandrayaan 2 is India's second lunar exploration mission launched on July 22, 2019 അല്ലേ. ഇതാണ് ടീച്ചർ പറഞ്ഞത്. 2019 എന്താണ് 2023 എന്താണ് ഇതാക്കി. ചന്ദ്രയാൻ 3 2023 ചന്ദ്രയാൻ 2 2019 ആണ് എന്ത് ലോഞ്ച് ചെയ്തത് അല്ലെ. അപ്പൊ ചന്ദ്രയാൻ 2 is India's second lunar exploration mission launched on July 22, 2019. Its goal was to study the features of rocks and soil on the lunar surface. അപ്പൊ ചന്ദ്രയാൻ 2 പോയത് എന്താണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ലൂണാർ എക്സ്പ്ലോറേഷൻ ആണ് അല്ലെ, മിഷനാണ് ചന്ദ്രയാൻ 2 അല്ലെ. 2019 ജൂലൈ 22 എന്ത് ഇത് ലോഞ്ച് ചെയ്ത് വിക്ഷേപിച്ചത് അല്ലെ. എന്താണ് ഇതിന്റെ എന്തിനാണ് ഇതിന്റെ ലക്ഷ്യം? എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങി അവിടെ പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് അല്ലെ. ചന്ദ്രനിലുള്ള പാറകളുടെയും അതുപോലെ മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ. ഇനി ചന്ദ്രയാൻ 3 നോക്കിയേ. ചന്ദ്രയാൻ 3 is the first mission to land on the south pole of the moon. It was launched on July 14, 2023. It landed on the lunar surface on August 23, 2023. The rover separated from it roamed on the lunar surface and conducted experiments. എന്താണ് ചന്ദ്രയാൻ 3? ചന്ദ്രന്റെ ഈ ചന്ദ്രയാൻ 3 ഇറങ്ങിയ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. മൂണിന്റെ സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യ മിഷനാണ് എന്ത്? ഫസ്റ്റ് മിഷനാണ് എന്ത്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് അല്ലെ. ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യത്തെ മിഷനാണ്, ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ 3 അല്ലെ. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചതാണ് അല്ലെ, ലോഞ്ച് ചെയ്തതാണ്. 2023 ഓഗസ്റ്റ് 23 എന്താക്കി അവിടെ ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അല്ലെ. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് എന്താണ് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അടുത്ത എന്താണ് പറയുന്നത്? അതർ ഇന്ത്യൻ പ്രോജക്ട്സ്. ഇനി എന്താണ് മറ്റ് ഇന്ത്യൻ പദ്ധതികളുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? വി ഹാവ് project to study not only about the moon but about the other celestial bodies also. എന്താണ് ഈ ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാൻ നമുക്ക് എന്താണ് പദ്ധതികളുണ്ട് അല്ലെ. മിഷൻ നോക്കൂ, അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കുക കേട്ടോ, അതിന്റെ ലക്ഷ്യവും ചിത്രവും എന്താണ് കേട്ടോ. മിഷന് എന്താണ് മംഗൾയാൻ അല്ലെ. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ, ലക്ഷ്യം എന്താണ്? മാർസ് എക്സ്പെഡിഷൻ അല്ലെ, ചൊവ്വ പരിവേഷണം അല്ലെ. മംഗൾയാൻ എന്താണ്? മാർസ് എക്സ്പെഡിഷൻ ആണ് കേട്ടോ, ചൊവ്വ പരിവേഷണമാണ്. ദെൻ ആദിത്യ L1 അല്ലെ, അതെന്താണ്? സോളാർ എക്സ്പെഡിഷൻ ആണ് കേട്ടോ, സൗര പര്യവേഷണമാണ്, സോളാർ എക്സ്പെഡിഷൻ ആണിത്, ആദിത്യ L1. ഇനി എന്താണ് അടുത്ത നോക്കിയ ഗഗൻയാൻ അല്ലെ. ഗഗൻയാൻ എന്താണ്? സ്പേസ്
എക്സ്പെഡിഷനാണ് കേട്ടോ, ബഹിരാകാശ പര്യവേഷണമാണ് ഗഗൻയാൻ അല്ലേ. ഈ പദ്ധതികളൊക്കെ ഉണ്ട്, ഇന്ത്യക്ക് ഉണ്ട് അല്ലേ. ഈ പദ്ധതികളൊക്കെ അല്ലേ, ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാൻ നമുക്ക് എന്താണ് പദ്ധതിയുണ്ട്. Then gather more information about such projects and prepare the Indian space booklet. എന്താണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ. നമുക്ക് ഇവിടെ പറയുന്നത് ഹിയർ ആർ സം കീ മൈൽ സ്റ്റോൺസ് ഓഫ് ഇന്ത്യ സ്പേസ് എക്സ്പ്ലോറേഷൻ, റീഅറേഞ്ച് ദം ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. എന്താണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവയ്പ്പുകളാണ് താഴെ അല്ലെ. ഇന്ത്യ സ്പേസ് എക്സ്പ്ലോറേഷന്റെ പ്രധാന ചുവടുവയ്പ്പുകളാണ് താഴെ. അതിനെന്താണ് ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തി ഇവ എന്താണ് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലോഞ്ച് ഓഫ് മംഗൾയാൻ ആണ് അല്ലെ. പിന്നെ അതിനെന്താണ് ഓർഡറിൽ എഴുതിയിട്ട് ആ വർഷം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ISRO was established 1969 August 15, launch of Aryabhatta 1975 April 19, launch of INSAT 1 1982 April 10, launch of Chandrayaan 1 2008 October 22, launch of Mangalyaan 2013 November 5, launch of Aditya L1 2023 September 2 ആണ് കേട്ടോ. ഓക്കെ, September 2. നോക്കൂ, എർത്ത് സാറ്റലൈറ്റ് മൂൺ ആണ്. വെതർ ഫോർകാസ്റ്റിംഗ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. പിന്നെന്താണ് ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് റോക്കറ്റ് ആണ്. സെലഷ്യൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ്സ് ഏതാണ് സാറ്റലൈറ്റ് ആണ്. സെൽഫ് ഗ്ലോയിങ് ചെയ്യുന്ന ഏതാണ് സൺ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് കംപ്ലീറ്റ് ക്രോസ് വേർഡ് പസിലാണ്. ഈ പസിൽ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഇനി റൈറ്റിലേക്ക് നാസാസ് ഫസ്റ്റ് മിഷൻ ടു സെൻഡ് വുമൺ ടു ദ മൂൺ. എന്താണ് നാസ ഫസ്റ്റ് മിഷൻ ടു സെൻഡ് വുമൺ ടു ദ മൂൺ, മൂണിലേക്ക് സെൻഡ് ചെയ്ത ഫസ്റ്റ് മിഷൻ ഏതാണല്ലേ. അപ്പോൾ എന്താണ് ആർട്ടമിസ് ആണ് കേട്ടോ. ARTEMIS എഴുതുക കേട്ടോ, ARTEMIS. ഓക്കെ, ദെൻ അടുത്ത എന്താ ക്വസ്റ്റ്യന്, ദ ഓൺലി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ കേരള. ദ ഓൺലി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ കേരള ഏതാണ്, രണ്ടാമത്തത്, നാലാമത്തത്. അപ്പോൾ അതാ സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ എഴുതുക കേട്ടോ, ഈ പസിലിൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഒന്നാമത്തത് എന്താണ് ആർട്ടമിസും, അതുപോലെ നാലാമത്തത് കേട്ടോ, നാലാമത്തത് തുമ്പ. നാല് എവിടെ എഴുതുക നിങ്ങൾ, ഇതാ നോക്കൂ, ഇതാ നാല് ഇവിടെ താഴെ എഴുതണം കേട്ടോ, തുമ്പാന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് റൈറ്റിലേക്ക് അടുത്തെങ്കി ഡൗൺവേർഡ് താഴോട്ടേക്കാണ്. ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ടെലിസ്കോപ്പ് എന്താണ് ആസ്ട്രോസാറ്റ് ആണ് അല്ലേ. അത് താഴോട്ട് എഴുതുക, ഒന്നിൻ്റെ താഴോട്ടേക്ക് എഴുതുക കേട്ടോ, ആസ്ട്രോസാറ്റിന് താഴോട്ടേക്ക് എഴുതുക. ദ നെയിം ഓഫ് എ ഇന്ത്യൻ സാറ്റലൈറ്റ്, ഇന്ത്യൻ സാറ്റലൈറ്റിൻ്റെ ഒരു പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് അല്ലേ, രണ്ട് താഴോട്ട് എഴുതുക. എന്താ രോഹിണി കേട്ടോ. എന്താണ് രോഹിണി. ഓക്കെ, ദെൻ അടുത്ത എന്താണ് പറയുന്നത് നോക്കിയേ, ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സാറ്റേൺ. ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സാറ്റേൺ, സാറ്റേണിൻ്റെ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് 3 ഡൗൺവേർഡ്സ് താഴോട്ടേക്ക് 3 കേട്ടോ. എന്താണ് ടൈറ്റാൻ ആണ് കേട്ടോ. അത് ഇവിടെ എഴുതുക, നിങ്ങൾ എന്താക്കുക ഇവിടെ എഴുതുക കേട്ടോ, ടൈറ്റാൻ. ഓക്കെ, ടൈറ്റാൻ എഴുതുക. ദെൻ അടുത്ത് ഇന്ത്യാസ് ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചത്, ഇന്ത്യൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 5 താഴോട്ടേക്ക് എഴുതുക. ഏതാണ് ഇൻസാറ്റ് ആണ് കേട്ടോ. ഇൻസാറ്റ് ആണ് എന്ത് 5 കേട്ടോ. ഓക്കെ, ഈ 5 താഴോട്ടേ ഇതവിടെ 5 അതിൻ്റെ ഡൗൺവേർഡ് ആണ്. അപ്പോൾ താഴോട്ടേക്ക് ഇൻസാറ്റ് എഴുതുക കേട്ടോ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആറാമത്തെ ഏതാണ്, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചത് ഇവിടെ എന്താണ് ആറാമത്തെ താഴോട്ടേക്ക് ഇത് എസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് സ്പുട്നിക് ആണ് കേട്ടോ. എന്താണ് സ്പുട്നിക് ആണ് എന്ത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്പുട്നിക് എഴുതുക. ദെൻ അടുത്തത് എന്താ ഓറഞ്ച് റെഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഇത് അപ്വാർഡാണ്, മേലോട്ടേക്കാണ്, 7ാമത്തത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക ഓറഞ്ച് റെഡ് പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ റെഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റത്തിൽ ഏതാണ് മാർസ് ആണ് കേട്ടോ. MARS മാർസ് കേട്ടോ. അത് നിങ്ങൾ അപ്വാർഡ് മേലോട്ടേക്കാക്കി എഴുതുക. ഏതാണെന്ന് നോക്കാം നമുക്ക്. ഇതാ 7 ഇവിടെയാണ് കേട്ടോ. 7 ഇവിടെ. അപ്പോൾ MARS മേലോട്ടേക്ക് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി ഇവിടെ പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ റോക്കറ്റ് ആണ്. റോക്കറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യാനാണ്. അപ്പോൾ എന്താണ് മെറ്റീരിയൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. PVC പൈപ്പ് 1/2 ഇഞ്ചിൻ്റെ, എൽബോ പൈപ്പ് 2 സ്റ്റോപ്പർ 1, സൈക്കിൾ വാൾവ് 1, വാട്ടർ ബോട്ടിൽ പ്രിഫറബിളി 1 വിത്ത് എ നാരോ നെക്ക് ഉള്ളത്. എന്നിട്ട് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിപ്പയർ the launching pad with a 1/2 inch PVC pipe as seen in the picture. Put a small hole in the middle of the central pipe and fix the cycle valve without air gap. Attach tail and wings to the bottle to form a rocket shape with will help it to rise higher. Fill quarter part of the bottle with water and fix it upright at the
ഓപ്പൺ എൻഡ് ഓഫ് ദ ലോഞ്ച് പാഡ് പൈപ്പ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിർമ്മാണ രീതിയാണ് അല്ലേ, ജല റോക്കറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്താക്കുക, 1/2 ഇഞ്ച് PVC പൈപ്പ് കൊണ്ട് വിക്ഷേപണ സംവിധാനം ഒരുക്കുക. മധ്യഭാഗത്ത് അതിൻ്റെ നടുക്കായിട്ട് പൈപ്പിൻ്റെ നടുവിൽ ചെറിയൊരു ദ്വാരം ഇട്ട്, കണ്ടോ, ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് റോട്ടേറ്റിട്ട് സൈക്കിൾ വാൾവ് വായു കടക്കാത്ത വിധം ഉറപ്പിക്കുക. പിന്നെ കുപ്പിക്ക് കോണും ചിറകുകളും ഘടിപ്പിച്ച് എന്താക്കുക, റോക്കറ്റ് ആകൃതി നൽകുക. അതാ കണ്ടോ, കുപ്പി അതിന് റോക്കറ്റ് ആകൃതി നൽകുക. പിന്നെ കൂടുതൽ എന്താണ്, ഉയരത്തിൽ പോകാൻ സഹായിക്കും. പിന്നെ കുപ്പിയിൽ കാൽഭാഗം എന്താണ്, കുപ്പിയിൽ എന്താക്കണം, കാൽഭാഗം വെള്ളം നിറച്ച് PVC പൈപ്പിന്റെ തുറന്ന അറ്റത്ത് എന്താ കുത്തനെ ഘടിപ്പിക്കുക. സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് എന്താക്കുക, കുപ്പിക്കകത്തേക്ക് കാറ്റ് നിറയ്ക്കുക. സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് കുപ്പിക്കകത്തേക്ക് എന്താക്കുക, ഈ കാറ്റ് നിറയ്ക്കുക. കുപ്പിക്കകത്തേക്ക് കാറ്റ് നിറയ്ക്കുക. കുപ്പിക്കുള്ളിലെ ഈ പ്രഷർ എന്താക്കും, ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് ആകാശത്തേക്ക്, കുപ്പിക്കുള്ളിലെ മർദ്ദം ഒരു പരിധി കഴിഞ്ഞാൽ എന്താക്കും, നമ്മുടെ റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചു വരും. എന്താണ്, മുതിർന്നവരുടെ സഹായത്തോടെ നിങ്ങൾ എന്താക്കുക, റോക്കറ്റ് വിക്ഷേപിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ. അപ്പോൾ എന്താണ്, ഈ എയർ ഇത് കണ്ട, ഫിൽ എയർ ഇൻ ദ ബോട്ടിൽ യൂസിങ് സൈക്കിൾ പമ്പ്. വൺസ് ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ എക്സീഡ് എ സർട്ടൻ ലിമിറ്റ് ദ റോക്കറ്റ് വിൽ ടേക്ക് ഓഫ് ഇൻ ടു ദ സ്കൈ. എവരി വൺ മേ ടേക്ക് സച്ച് റോക്കറ്റ്സ്, മേക്ക് സച്ച് റോക്കറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. വിദ്യാർത്ഥികളുടെ സഹായത്തോടെ നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.